ഞാൻ ആളല്ലേ 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സിനിമ ചെയ്ത ഇന്ത്യൻ സിനിമ ചെയ്ത ആള് ഞാനായിരിക്കും. ഞാൻ പറഞ്ഞ അടികപ്പിയാരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ? അത് എന്റെ പടം ചെയ്തിട്ടോ? ഒരു 5000 രൂപയ്ക്ക് വേണ്ടി 5000 രൂപയ്ക്ക് വേണ്ടി ശ്രീനിവാസന്റെ മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച്? വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ആയതുകൊണ്ട്. അതായത് നിങ്ങൾക്കുള്ള ഹ്യൂമർ സെൻസ് ഇന്നുള്ള പല ന്യൂ ജനറേഷൻസിന് ആക്ടേഴ്സിനും ഇല്ലെന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. കാരണം അടികപ്പിയാരെ കൂട്ടമണിയിൽ ഞാനത് കണ്ടതാണ്. അതായത് അച്ഛാ ഇന്ന ഡയറക്ടറിന്റെ പടത്തിൽ വിളിക്കില്ല എന്ന് അറിയുമ്പോ നമ്മൾ എന്തിനാണ്? എന്നാലും ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലില്ല. എന്നാലും ഇതിനിടെ തോണ്ടിട്ട് എന്നോട് പറഞ്ഞ 5000 കിട്ടുവാണെങ്കിൽ 2 അവന് കൊടുക്കണോന്ന്. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലേസി ആവുന്നത്? ആ ലേസിനെസ് അല്ല ഞാൻ പറയണത്, പിന്നെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോന്നല്ല. നിങ്ങൾ അടികപ്പിയാരെ കൊടുത്ത കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഈ പടത്തിലെല്ലാം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അടിച്ചു പറയാൻ പറ്റും 100% ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ അത് അങ്ങനെ ചെയ്യണമെന്ന്? I think it's 80% of hard work and the rest is gone. In case of fire, please don't use elevators. വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. 4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. ആപ് കൈസേ ഹോ? ഇന്ന് നിങ്ങളുടെ അടുത്ത് സുഖമാണെന്ന് ചോദിക്കാൻ ഒരു സെലിബ്രിറ്റിയും ഒരു നിർമ്മാതാവും ഇവിടെ എത്തിയിട്ടുണ്ട്. സെലിബ്രിറ്റിയും നിർമ്മാതാവും, ഒരു നല്ല താരവും നല്ല നിർമ്മാതാവുമാണ്. 4 ചോദ്യം, ഓരോ ആൾക്കും ഓരോ ചോദ്യമാണ്. കൃത്യമായിട്ട് മറുപടി പറയണം. കൃത്യമായി മറുപടി ഇഷ്ടപ്പെട്ട ഈ സിനിമയുടെ നിർമ്മാതാവ് നിങ്ങൾക്ക് 5000 രൂപ കൃത്യ മറുപടി തൃപ്തിയായാലും 5000 രൂപ. ഞാൻ അംഗീകരിച്ചോ? 5000 രൂപ പിന്നെ ചോദിച്ചു അല്ല 5000 രൂപ വരും. അപ്പൊ നമുക്ക് ആ സെലിബ്രിറ്റി ഒന്ന് വിളിച്ചാലോ? എത്തിയിരിക്കുന്നു. ക്യാമറ വന്നോ? അപ്പൊ നമുക്ക് നോക്കാം. ഇത്രയും ചീപ്പായിട്ടൊരു ഇൻട്രോ എന്റെ ലൈഫിൽ എനിക്ക് കിട്ടിയിട്ടില്ല. എന്തായാലും 5000 രൂപയെങ്കിലും വില ഉണ്ടല്ലോ. സെലിബ്രിറ്റി നിർമ്മാതാവ്. അതെ, വെറും 5000 രൂപ. ഇത്ര ചീപ്പ് എന്റെ ഹൈദരാലി. ഇനി എന്നെ ആരും വിളിക്കത്തു പോലും ഇല്ല. എന്തായാലും ഭാഗ്യം. എന്നാലും ഇതിനിടെ തോണ്ടിട്ട് എന്നോട് പറഞ്ഞ 5000 കിട്ടുവാണെങ്കിൽ 2 അവന് കൊടുക്കണോന്ന്. അതുകൊണ്ട് അതിന്റെ അപ്പൊ ഞാൻ കുറച്ചു നേരമായിട്ട് ഇവിടെ ഇരുന്നപ്പോ ഞാൻ ബോറടിച്ചപ്പോഴാണ് പറഞ്ഞത് 4 ചോദ്യങ്ങൾ. എല്ലാം നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ. അപ്പൊ 4 ചോദ്യങ്ങൾ എനിക്ക് ചോദിച്ച് മുട്ടിയിട്ട് വയ്യ. അപ്പൊ 4 ചോദ്യങ്ങൾ. അതെ, മുതലാളി ഇവിടെ യാദൃശ്യമായിട്ട് നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന ഹോട്ടലിൽ വന്ന് അതിനെ പാസ് ചെയ്ത് പോവായിരുന്നു. ഞാൻ പറഞ്ഞു വരുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് അടികപ്പേര കൂട്ടമണിയാണ്. അതിൽ 2 നായകന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് അല്ലേ, വിനയാണ്. അപ്പൊ ഞാൻ വിനയനെ കണ്ടപ്പോ പറഞ്ഞു, എടാ മക്കളെ നമ്മൾ വീണ്ടും അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു നൊസ്റ്റാൾജിക്ക് തീരുമാനം. അത് കഴിഞ്ഞ ആരും ഉണ്ടാക്കിയില്ലല്ലോ എന്ത് പൈസ. അജുവിനോട് ഞാൻ ചോദിച്ചില്ലല്ലോ, നിങ്ങളോടാ ചോദിച്ചത്. അത് കഴിഞ്ഞ ആരും പൈസ ഉണ്ടാക്കിയില്ലല്ലോ. അത് അല്ല ഞാൻ പറഞ്ഞ അടികപ്പിയാരന് ശേഷം ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പൈസ ഉണ്ടാക്കിയോ? അത് എന്റെ പടം ചെയ്തിട്ടോ? ഒരു 5000 രൂപയ്ക്ക് വേണ്ടി 5000 രൂപയ്ക്ക് വേണ്ടി എന്റെ അലി. പക്ഷേ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്ന ഈ ചോദ്യം അതിനുശേഷം ഇത്രയും ബുദ്ധി കൗണ്ടർ ചോദ്യം ഉണ്ട്. ആ കൗണ്ടർ ചോദ്യം ഉത്തരം പറയും ആളുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാക്കി ചേട്ടൻ ഉണ്ടാക്കി. മൾട്ടി സ്റ്റാർ അല്ലേ? മൾട്ടി സ്റ്റാർ അല്ലേ? ഇത് അവര് കണക്കാക്കിയിട്ടില്ല. ചോദ്യം വന്നില്ല. ശരി, ഇവനോട് ചോദ്യം. ശ്രീനിവാസൻ നായകനാവുന്ന 3ാമത്തെ പടമായിരുന്നല്ലോ നമ്മുടെ. നായകനല്ല, നായകനെ കിട്ടുന്ന 3ാമത്തെ പടമല്ല. 3ാമത്തെ പടമാണ് കപ്പിയായിരുന്നു. 2ാമത്തെ കടത്തില് ചേട്ടനല്ലേ നായകൻ, കുഞ്ഞിരാമൻ. ലാലു ഫാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. കപ്പിയാരും കുഞ്ഞിരാമനും മൾട്ടി സ്റ്റാറാണ്. എന്തൊക്കെ പറഞ്ഞു. ശരി, എന്തൊക്കെ പറഞ്ഞാലും ടോട്ടൽ എത്ര ഹിറ്റ്?
ടോട്ടൽ അങ്ങനെ നോക്കുമ്പോ പൈസ ഉണ്ടാക്കിയ എത്ര പടങ്ങള്? ഇത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ എന്റെ ചോദ്യം ഇതല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ റീച്ച്, പടങ്ങളുടെ ഈ സംശയം എന്താണെന്നല്ലേ എനിക്ക് ഈ സംശയമുണ്ട്. കാരണം വെച്ചാ 10 മില്യൺ ആൾക്കാർ ഇത് കാണുന്നു, 10 ലക്ഷം പേര്, അവര് 100 രൂപ വെച്ച് കണ്ടിരുന്നെങ്കിൽ അങ്ങനെയാണ് ഇവിടുത്തെ എല്ലാ ഇന്റർവ്യൂ കൊടുക്കുന്ന എല്ലാവരുടെ സിനിമ വിജയിക്കണ്ടേ? ഇത് നെപ്പോട്ടിസത്തിന്റെ ഭാഗമാണോ? അതായത് ശ്രീനി ഏട്ടന്റെ മകനായതുകൊണ്ട് മാത്രം ഇയാൾ എന്നെങ്കിലും ഒരു ഇറ്റ് തരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ പടങ്ങൾ തന്നുകൊണ്ട് മകനായതുകൊണ്ടാണോ വിജയേട്ടൻ എന്നെ വിളിച്ച്? വിനീത് ശ്രീനിവാസന്റെ ബ്രദർ ആയതുകൊണ്ട് ഒരിക്കലും അല്ല. നിങ്ങളുടെ ഉള്ളിലെ ബിസിനസ്മാൻ, നിങ്ങളുടെ ഉള്ളിലെ ബുദ്ധിരാക്ഷസൻ, ഒരിക്കലും അതുകൊണ്ടല്ല. ഞാനിപ്പോ കമന്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, ഒരിക്കലും ഈ വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ശ്രീനിവാസന്റെ മോനായതുകൊണ്ട് വരൂ, നിങ്ങൾക്ക് ഞാനൊരു സിനിമ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും വരില്ലല്ലോ. എന്റെ അച്ഛൻ ഇന്നേ വരെ ഒരു സിനിമയെ എന്നെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്നെങ്കിലും ശ്രീനിയേട്ടൻ ഏതെങ്കിലും, അപ്പം പല നടന്മാരും അവരുടെ മകനെ ആക്ട് ചെയ്യണം നിങ്ങൾ പറഞ്ഞ് വിളിക്കാറുണ്ട്, ശ്രീനിയേട്ടൻ ഏതെങ്കിലും ഒരു ഡയറക്ടർ വിളിച്ചിട്ട് ധ്യാനെ അഭിനയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? വിജയേട്ടൻ അറിയാവുന്ന ശ്രീനിവാസൻ, എനിക്കറിയാവുന്ന ശ്രീനിയേട്ടൻ വിളിക്കില്ല. അത്രേ ഉള്ളൂ അതിന് ഉത്തരം. ഇതുവരെ ആരെയും വിളിച്ച ചരിത്രമില്ല. നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അതായത് ശ്രീനിയേട്ടനോട്, അതായത് അച്ഛാ ഇന്ന ഡയറക്ടറിന്റെ പടത്തിൽ വിളിക്കില്ല എന്ന് അറിയുമ്പോ നമ്മൾ എന്തിനാണ്? എന്നാലും ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല. ഞങ്ങൾ അങ്ങനെ, ഞാൻ ഇതുവരെ പുള്ളിയുടെ അടുത്ത് ഒരു കാര്യത്തിന് ഇന്നേ വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ചേട്ടനോട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ചേട്ടനോട് ഞാൻ ഇന്ന് തിര പോലും ഞാൻ ഏട്ടനോട് ചോദിച്ചിട്ടില്ല. ഇല്ല. കാരണം എനിക്ക് സിനിമ വലിയ ഇവൻ എങ്ങനെയെങ്കിലും ഒന്ന് നന്നായിക്കോട്ടെ ഒന്നുമല്ല. എനിക്ക് സിനിമയിൽ വരണം എന്നോ സിനിമയിൽ എന്തെങ്കിലും ആവണം എന്നോ ആഗ്രഹിച്ച് ഇവരെ പോലെ ഇവർക്കൊക്കെ എന്തൊക്കെ പറയാൻ അങ്ങനെ ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം? എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്? അല്ല, നിങ്ങൾക്ക് സത്യത്തിൽ എന്ത് ചെയ്യാനായിരുന്നു? ഒന്നും ഇത് ജനങ്ങൾക്ക് അറിയണമെന്ന് ആഗ്രഹം, റെസ്റ്റ് എടുക്കണമെന്നായിരുന്നു ആഗ്രഹം. ചോദിച്ചു. ഇദ്ദേഹത്തിന് അറിയാം, പുള്ളി സിനിമയിൽ ആഗ്രഹിച്ചു വന്ന രമേശ് ചേട്ടന് ഇതേപോലെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ സിനിമ ആഗ്രഹിച്ചിട്ടേ ഇല്ല. അല്ല, ഞാൻ ചോദിക്കണേ, സത്യസന്ധമായിട്ട് ജനങ്ങളോട് പറയും, നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിരുന്നു ആഗ്രഹം? എനിക്കൊന്നും ചെയ്യാൻ ആഗ്രഹമില്ല. പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? വെറുതെ സമാധാനത്തിൽ ഇരിക്കാൻ, ഭക്ഷണം കഴിക്കാൻ, ഇത് ഈ സൗകര്യം എനിക്ക് പ്രൊവൈഡഡ് ആയിരുന്നു ഫുൾ ടൈം. പക്ഷേ ഞാൻ പറയട്ടെ, ഞാൻ ധ്യാനോട് ഉള്ള ചോദ്യം ചോദിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വെച്ച് അങ്ങനെ പല തമാശ പറയും. പക്ഷെ എനിക്കറിയാവുന്ന ധ്യാൻ ഇസ് എ ബ്രില്യന്റ് ആക്ടർ. അതായത് നിങ്ങൾക്കുള്ള ഹ്യൂമർ സെൻസ് ഇന്നുള്ള പല ന്യൂ ജനറേഷൻസിന് ആക്ടേഴ്സിനും ഇല്ലെന്നുള്ളത് ഞാൻ എഴുതി വെച്ച് തരാം. കാരണം അടികപ്പിയാരെ കൂട്ടമണിയിൽ ഞാനത് കണ്ടതാണ്. അപ്പം അത് നിങ്ങളുടെ ലേസിനെസ് ആണോ ആ പ്രശ്നം എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. പറയാൻ പറ്റില്ല. 4 വർഷത്തിൽ ഏറ്റവും കൂടുതൽ മലയാളത്തിൽ സിനിമ ചെയ്ത, ഇന്ത്യൻ സിനിമ ചെയ്ത ആള് ഞാനായിരിക്കും എണ്ണം നോക്കുമ്പോ. അപ്പൊ ഞാൻ എങ്ങനെയാണ് ലേസി ആവുന്നത്? ആ ലേസിനെസ് അല്ല ഞാൻ പറയണത്. പിന്നെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ടോന്നല്ല. നിങ്ങൾ അടി കപ്പിയാരെ കൊടുത്ത കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഈ പടത്തിലെല്ലാം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അടിച്ചു പറയാൻ പറ്റുമോ? 100%. അതിനകത്ത് മൈന്യൂട്ട് റിയാക്ഷൻസ് ഉണ്ട്. ഞാൻ കണ്ടത് 100% ജസ്റ്റിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്താ അത് അങ്ങനെ നിയമമുണ്ടോ അങ്ങനെ ചെയ്യണമെന്ന്? വേറൊരാളുടെ എനിക്ക് അഭിനയത്തോട് അന്ന് ഞാൻ കമ്പയർ ചെയ്യുന്ന സമയത്തും എനിക്ക് എന്റെ അഭിനിവേശം കൊണ്ടോ ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല, എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. വിജയേട്ടൻ തന്നെ എന്നോട് ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അത്തരത്തിൽ എന്നെ ഡയറക്റ്റായിട്ട് പ്രൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ എല്ലാ സിനിമയിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കില്ല. ഇത് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്തില്ല. എല്ലാ സ്ഥലത്തും നമുക്ക് ആ ഫ്രീഡം ഇല്ല. എനിക്ക് ആ ഫ്രീഡം കമ്പയറിൽ കിട്ടി. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്തു, നമ്മൾ സ്ക്രിപ്റ്റ് റീഡിംഗ് ഇരുന്നു, ഓർമ്മയില്ലേ? നമ്മള് സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്തു. എല്ലാവരും അത് തരാറില്ല. എല്ലാവരും അത് ആവശ്യപ്പെടാറില്ല. അത് തന്നാൽ തീർച്ചയായിട്ടും ചോദിച്ചു നോക്ക്. ഞാൻ എത്രയോ പടങ്ങൾ ഇടപെട്ട് പടങ്ങളുണ്ട്, അദ്ദേഹത്തിന് അറിയാം. നദികൾ സുന്ദരി. അപ്പൊ നിങ്ങളോട് വരുന്ന ഡയറക്ടേഴ്സ്, നിങ്ങളുടെ ഉള്ളിലെ ഡയറക്ടർ, നിങ്ങളുടെ ഉള്ളിലെ സ്ക്രീൻ പ്ലേ റൈറ്റർ, നിങ്ങളുടെ ഇവിടെ സ്റ്റോറി റൈറ്ററിനെ കൂടെ അക്സെപ്റ്റ് ചെയ്ത് നല്ലൊരു സ്റ്റോറിയിലേക്ക് വന്നാൽ ചിലപ്പോ ഈ പറയുന്ന സാധനങ്ങളെല്ലാം മാറി വേറൊരു ലെവലിലേക്ക് വന്നേക്കാം എന്നാണോ പറയുന്നത്? അതും താല്പര്യം അങ്ങനെയല്ല. സിനിമ എപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ സിനിമയുടെ ഫേറ്റ്. ഞാനിപ്പോ ഇതൊക്കെ ചെയ്തു, കഷ്ടപ്പെട്ടു, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫേറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. സിനിമ അൾട്ടിമേറ്റ്ലി വിജയേട്ടൻ അറിയാവുന്നത് ഗാമ്പിൾ ആണ്. സക്സസും ഫെയിലിയറും I don't believe it's a gamble. I think it's 80% of hard work
and the rest But is still gone. there is a In gamble. case of fire, please don't use elevators. അത് ഓൾറെഡി അടിച്ചു പരിപാടി ഞാൻ കണ്ടു. ഞാൻ ഇംഗ്ലീഷ് പരിപാടി ഞാൻ അടിച്ചത് കണ്ടു. അപ്പം അപ്പൊ ഗാമ്പിൾ ഇൻ ദ സെൻസ് തിയേറ്ററിൽ ഇറങ്ങും വെച്ച ഗാമ്പിൾ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്നുവെച്ചാൽ യു നെവർ നോ അത് സക്സസ് ആവോ. അമ്മയിലെ മെമ്പറാണോ? ആണ് ആണ്. ആണ്. AMMA എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? AMM എന്ന് വിളിച്ചാലും അമ്മ എന്ന് വിളിച്ചാലും ഒരു കുഴപ്പമില്ല. അതെന്താണ്? ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കാം, കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കാം. എന്നെ ബാധിക്കുന്ന അങ്ങനെയല്ല കാര്യമല്ലല്ലോ. ഞാൻ ചോദിക്കണേ, അമ്മയുടെ മെമ്പർ എന്നുള്ള രീതിയിൽ ഞാനും അമ്മയുടെ മെമ്പറാണ്. അതെ. അമ്മയെ AMMA എന്ന് വിളിക്കുന്നതോടെ എനിക്ക് അഭിപ്രായം. അത്തരത്തിൽ നമ്മൾ അബ്രിവിയേഷൻസിനെ സാധാരണ AMM എന്നൊക്കെ വിളിക്കും. നമുക്കതിനെ കൂട്ടിച്ചേർത്ത് അമ്മ എന്ന് വിളിക്കാം, അതിൽ ഒരു തെറ്റുമില്ല. അല്ല, ഞാൻ പറയണേ കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കുന്നു. അതെ, അബ്രിവിയേഷൻസിനെ അങ്ങനെയല്ലേ നമ്മൾ വിളിക്കുക ഇംഗ്ലീഷ്. Why that segregation? What do you think? Why is that segregation? അതായത് കിഫ്ബിനെ കിഫ്ബി എന്ന് വിളിക്കും, ഫെഫ്കെനെ ഫെഫ്കെ എന്ന് വിളിക്കുന്നു, ആൻഡ് ഫിയോക്കിനെ ഫിയോക്ക് എന്ന് വിളിക്കുന്നു. Why when it comes to അമ്മ AMMA? What is your immediate reaction to that? What is the immediate? Why people are calling? Why channels are calling AMMA? ആര് വിളിച്ച എല്ലാരും അമ്മ. അല്ല അത് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. Why they are calling എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ അവർക്ക് കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടായി. അതായിരിക്കും എനിക്ക് വേറെന്ത് പറയാനോ. കൂട്ടി വായിക്കാൻ അറിഞ്ഞൂടാത്ത ചാനലുകൾക്ക് അങ്ങനെ പറയാം. കറക്റ്റ് ആണ്. നിങ്ങൾ പറഞ്ഞു വിട്ടത് ഹൈദരാലിയാണോ? അല്ലേ, ഞാനാണ് ഹൈദരാലിയെ പറഞ്ഞു കൊടുത്തത് പല കാര്യങ്ങളും. ഹൈദരാലിയിലെ ഇതില്ലേ ഇങ്ങനെ ഇരുത്തിയിട്ട് ഹൈദരാബാദ് ട്രാൻസ്ഫർ ആവൂലേ? ഹൈദരാലിയുടെ കാര്യമുണ്ട്. ഹൈദരാലി പല കാര്യങ്ങൾ കേൾക്കും, പക്ഷെ ഹൈദരാലിക്ക് തോന്നുന്നത് ഹൈദരാലി പറയുള്ളൂ. അത് ഹൈദരാലി തന്നെയാ പറയണേ. നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ മറ്റേ പേരുകളൊന്നും പറയല. വിഷു എന്തോ സ്വാമി ശരണം 2-3 മാസം അല്ലെ 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ശബരിമലയിൽ പോയി സർവ്വഭാഗങ്ങളും കഴുകിക്കളഞ്ഞു. അങ്ങനെയൊന്നും കഴുകിയാ പോകുന്ന ഭാഗങ്ങളല്ല. എല്ലാവരുമായിട്ട് പറയാം, ഞാനും പിഷാരടിയായിട്ട് കുംഭമേളക്ക് പോയില്ലോ. ഇല്ല, ഞാൻ ശബരിമല മല കയറുമ്പോഴും ചോദിക്കണമെന്ന് വെച്ച ചോദ്യമാണിത്. എന്താണത്? നിങ്ങൾ ഭയങ്കര സുന്ദരനാണ്, നിങ്ങൾക്ക് അറിയാലോ അത്. അതായത് ഞങ്ങളുടെ ശബരിമലയുടെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരാൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്. ഹൂ ഇസ് ദിസ് ഗുഡ് ലുക്കിംഗ് മാൻ? എനിക്ക് ഇവിടെ മാത്രമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ശബരിമലയിലെ PRO ഓഫീസിലെ സെക്യൂരിറ്റിയാണ്, ഞങ്ങളെ തൊഴിക്കാൻ കൊണ്ടുപോയ ഇയാളാണെന്ന് പറഞ്ഞു. സ്റ്റിൽ ഐ വോണ്ട് ടു മീറ്റ് എന്ന്. ഇത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പെൺകുട്ടി. അപ്പൊ ഞാൻ വളരെ ഇതായിട്ട്, അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. നിങ്ങളോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ടെന്നറിയാം. നിങ്ങള് ഭയങ്കര സുന്ദരനാണ്. എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ ഇപ്പോഴുള്ള യങ് സൂപ്പർ സ്റ്റാറുകളുടെ ഇടയിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവരെക്കാളിലൊക്കെ വലിയ സുന്ദരനാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഭയങ്കരമായ സൗന്ദര്യമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നിങ്ങൾ ആ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയില്ല? എനിക്ക് ഫ്രൈഡേ ഫിലിംസ് എന്നെ വിളിച്ച് 2-3 പടം ചെയ്യേണ്ടതാകുന്നു. ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യത്തിലേക്കുള്ള വഴിയൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടില്ല അപ്പോഴും? എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്തൊരു കാര്യമുണ്ട്. ഈ ഇപ്പം അത് പറഞ്ഞായിരുന്നു, അതിനെ കുറിച്ച് നേരത്തെ ഞങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പൊ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിച്ചു ഈ കാര്യം എന്തുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആട് ഫസ്റ്റ് പാർട്ട് നമ്മുടെ അത്ര ഹിറ്റ് ആയില്ലല്ലോ, സെക്കൻഡ് പാർട്ടല്ലേ സൂപ്പർ ഹിറ്റ് ആയത്. അതുപോലെ നമ്മുടെ ചേട്ടന് മറ്റേ കപ്പൽ മുതലാളി, ഇനി ഞങ്ങളൊന്ന് മറ്റേ ഇതൊക്കെ ചെയ്ത് കുറെ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് കുറെ സീൻസ് എടുക്കുന്നുണ്ട്. ഇത് കപ്പൽ മുതലാളിയുടെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതുവഴിയാണ് ഇനി ഹിറ്റ്. അപ്പൊ അതോടെ തീരുമാനമാവുന്നാണ് പറഞ്ഞത്. അല്ല, നിങ്ങൾ അതിനെ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇല്ല? അതുകൊണ്ട് വലിയ ദുഃഖമില്ല. മൊത്തത്തിൽ നല്ല ലാഭത്തിൽ ടെലിവിഷനിൽ സൂപ്പർ സ്റ്റാറായി നിൽക്കുമ്പോഴും സിനിമയിലും ഡയറക്ഷനിലും അവിടെ വരെ എത്തിയില്ല എന്നുള്ള ദുഃഖം നിങ്ങൾക്കില്ല? അതിനുകൊണ്ട് എന്ത് ചെയ്യാൻ പോകും? നല്ല ലാഭത്തിലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കും.
ലാഭമാണ് ഇത്രയും സുന്ദരനായ നായകനെ, ഇത്രയും സുന്ദരനായ ഒരാളെ വിജയേട്ടൻ എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിംസിൽ കാസ്റ്റ് ചെയ്തില്ല? അതിന് മറുപടി പറഞ്ഞു. ഞങ്ങള് അതെ, അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്ന സ്ഥിതിക്ക് ഞാൻ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇദ്ദേഹം ഒരു നെപ്പോക്കില്ലാത്തോണ്ടല്ലേ? പിഷാരടി ശ്രീനിവാസന്റെ ഡയറക്ട് ചെയ്യുന്ന പിഷാരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പിഷാരടി ഡയറക്ട് ചെയ്യുന്ന പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. ആട് അഭിനയ സൂപ്പർ സ്റ്റാർ. നായകനായിട്ട് എന്തുകൊണ്ട് ഫ്രൈഡേ ഫിലിം ഹൗസ് പിഷാരടി എന്ന് പറഞ്ഞ നടനെ ഉപയോഗിച്ചില്ല? ഞാൻ അന്ന് അടികപ്പേര് മാറി OTT പടം എടുക്കണില്ല. അപ്പൊ OTT സൂപ്പർ സ്റ്റാറാണോ പിശാരടിച്ചിട്ട്? അന്നൊക്കെ OTT ഭയങ്കരമായിട്ട് ബാക്ക് ചെയ്തിരുന്നു. നമ്മൾ എന്തുകൂടായി പറഞ്ഞാൽ അവര് കേൾക്കുമായിരുന്നു. ഇപ്പൊ ആരും കേൾക്കുന്നില്ല. അന്നും എടുത്തില്ലല്ലോ. എന്നിട്ട് അന്നെന്താ എടുക്കായിരുന്നു? ആ റിസ്ക് ഒക്കെ നമ്മൾ എടുക്കുന്നേ. അജു അപ്പൊ ദർശനോട് ചോദിക്കാം. മുകേഷ് ഏട്ടന്റെ മരുമോനാണ് അല്ലേ? അപ്പൊ ഞാൻ ധ്യാനോട് ചോദിച്ച അതേ ചോദ്യം. ഭയങ്കര സൗന്ദര്യമുണ്ട്, ബോഡിയുണ്ട്. മുകേഷ് ഏട്ടൻ ആരോടും നിങ്ങൾ അഭിനയിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിട്ടില്ലേ? ഇല്ല, പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? നിങ്ങൾ നമ്മുടെ വീട്ടിലാരും പറയാറില്ല. അതുകൊണ്ടല്ലേ അവരൊക്കെ എങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ അമ്മേനെ കണ്ടു ഇല്ലെങ്കിൽ അവരൊക്കെ ഏത് ലെവലിലെത്തണ്ടേ? അമ്മ, ഞാൻ അമ്മേനെ വിളിച്ചിരുന്നു. ഗംഭീര അഭിനയമാണ് പൊന്മാനിൽ കാഴ്ചവെച്ചത്. എല്ലാവർക്കും ദർശന്റെ അമ്മയാണെന്ന് പോലും അറിയോ. അതാണ്, അതായത് മുകേഷ് ചേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു O മാധവൻ സാറിന്റെ കുടുംബം, അത് എല്ലാവരും ആക്ടേഴ്സാണ് എന്നുള്ള ഒരു സാധനം ഒരിക്കലും മലയാള ഇൻഡസ്ട്രിക്ക് അറിയുന്നുണ്ട്. അപ്പം അമ്മാവൻ്റെ ഒരു ട്രഡീഷൻ, അല്ലെങ്കിൽ ഇങ്ങനെ മൂവി ചെയ്യണം, അമ്മാവൻ നിങ്ങളെ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അല്ല, ഹെൽപ്പല്ല. അത് മാമൻ്റെ അല്ല, എൻ്റെ അമ്മയുടെയും കുഴപ്പമില്ല. എൻ്റെ ഇപ്പം ലോമധവൻ, ഞാൻ പുള്ളിയുടെ കുഴപ്പമില്ല. പുള്ളി ഞാൻ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നാടകം അഭിനയിക്കാൻ പോകും. അപ്പം ഞാൻ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ. എന്നെ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യൂ? ഞാൻ പറയുന്നത് കരയും. രാവിലെ സിപ്പപ്പ് പോലെ കിട്ടാതെ കരഞ്ഞിട്ടുള്ള എത്ര ദിവസങ്ങളോട്ട് തുടങ്ങി നോക്കുന്നത്. അല്ല, ഞാൻ എൻ്റെ അച്ചാച്ചൻ്റെ കൂടെ ആയിരുന്നു. അച്ചാച്ചനും പിന്നെ അമ്മൂമ്മയുടെ അമ്മയുണ്ടായിരുന്നു കുറച്ചും. അപ്പൊ ഐ വാസ് വിത്ത് ദ ഓൾഡ് പീപ്പിൾ, ബട്ട് കൾട്ട് പീപ്പിൾ ആയിരുന്നു. ഇന്നത്തെ അപ്പൂപ്പന്മാരെ പോലൊന്നും അല്ല. വൈകിട്ട് എല്ലാ ദിവസവും മറ്റേ ഇതിന് എന്തെങ്കിലും മീറ്റിംഗ് കാണും, അത് പോകും. തിരിച്ചു വരുമ്പോൾ ഒറ്റ ഒരു ഡിമാൻഡേ ഉള്ളൂ, പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു. അത് മസ്റ്റായിട്ട് അച്ചാച്ചൻ വാങ്ങിച്ചു. എവിടുന്നാണെങ്കിലും അന്നത്തെ പൊറോട്ട ഇറച്ചി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മറ്റേ ഇലക്കകത്ത് പൊറോട്ട വെച്ചിട്ട് ഇറച്ചി ഇട്ടിട്ട് വല്ല ഇതൊക്കെ അടച്ച ആവിയിൽ. ഇപ്പോഴത്തെ മറ്റേ കിഴി പൊറോട്ടയൊന്നുമല്ല, ഒറിജിനൽ സാധനം. അപ്പൊ അത് കഴിച്ചാൽ ഞാൻ ഇത്രയും വളർന്നത്. അതിന്റെ ഇടയിൽ എനിക്ക് ചാൻസ് വഹിക്കാൻ മറന്നു, സിനിമയിൽ അഭിനയിക്കാൻ മറന്നു, എന്തൊക്കെ മറന്നു. ഇപ്പോഴാണ് എനിക്കൊരു ബോധം വന്നത്. എനിക്കൊരു ബോധം മറന്നിട്ട് സിനിമയിലേക്ക് ഇനിയിപ്പോ എന്തായാലും അഭിനയിച്ചിട്ടുള്ളൂ ബാക്കി കാര്യം. അത്രേ ഉള്ളൂ. അതുകൊണ്ടിപ്പോ ഞാൻ പൊറോട്ട അടിക്കാറില്ല. അജു, 2010 നമ്മൾ ഡ്രീം ഹോട്ടലില് ഫോർവേഡ് മാഗസിന്റെ നിവിൻ പോളി, ഈഷ തൽവാർ എല്ലാവരും നമ്മുടെ പടത്തിന്റെ 2012 അല്ലേ? 12 അന്ന് അജു എന്നോട് ഒരു ചോദ്യം ചോദിച്ചു, ചേട്ടാ ഞാൻ എങ്ങനെയാണ് സിനിമയില് ചെയ്യേണ്ടതെന്ന്. ഇന്ന് അജു സാറ്റിസ്ഫൈഡ് ആണ്? തീർച്ചയായിട്ടും. റോൾസ് കിട്ടിയത് വെച്ചിട്ട് എൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അന്ന് വിജയേട്ടൻ ഇമ്മീഡിയറ്റ്ലി എനിക്ക് തന്ന സിനിമയാണ് സക്രിയയുടെ ഗർഭിണികൾ. കിളിപോയി നായകനാണ്. കാര്യം അത് ആക്ച്വലി ഗംഭീര ഒരു സിനിമയാണ് സക്രിയയുടെ ഗർഭിണികൾ. അതില് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ എത്രയോ 2 സ്റ്റേറ്റ് അവാർഡ്. അല്ല, ഞാൻ ചോദിക്കണമെന്ന്, അന്ന് അജു നമ്മളെല്ലാവരും നിവിനുണ്ട്, അന്ന് അജുവിന്റെ ഫസ്റ്റ് നിവിന്റെ കവർ ഇഷയായിട്ട് ഷാനിഷാക്കി എടുത്ത് ഫോർവേഡ് മാഗസിന്റെ കവറിന് ലോഞ്ച് ചെയ്തത്. ഇന്ന് അജു പ്രൊഡ്യൂസറാണ്, ഇന്ന് അജു സ്റ്റോറി റൈറ്ററാണ്, കോ റൈറ്ററാണ് അല്ലേ? എത്ര സിനിമകളിൽ അഭിനയിച്ചു? 140+ സിനിമകളിൽ അഭിനയിച്ചു. 2012 തൊട്ട് 12 വർഷത്തിൽ 140 സിനിമകളിൽ അഭിനയിച്ചു, സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. യു ഫ്രം വാട്ട് ഐവ് സീൻ ഇൻ യു ഡോൺ എ ട്രാൻസിഷൻ. ഞാൻ കഴിഞ്ഞ കുറേ അജുവിൻ്റെ ഇൻ്റർവ്യൂസ് ഫോളോ ചെയ്യുമ്പോൾ അജു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, ഭയങ്കര വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, പഠിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന. Are you trying to change the way you see things, or the opinion or your perception about Aji Varghese as a very serious person? Is that going to help you in acting in any ways? Because you have done comedy characters. നിങ്ങൾ
കോമഡി ക്യാരക്ടേഴ്സ് ചെയ്ത് വന്നിട്ട് നിങ്ങൾ ഒരു ട്രാക്ക് പിടിച്ച് വന്ന് നിങ്ങളുടെ കോമഡി ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടേഴ്സിന് വരുമ്പോഴാണ് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ട് നിങ്ങൾ ചെയ്ത കഥാപാത്രങ്ങൾ വളരെ സീരിയസ് ആയിട്ട് വേറൊരു രീതിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പോകുന്നത്. ദിസ് ഇസ് എ സ്ട്രാറ്റജി. ബിക്കോസ് ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാം ചെയ്യും. നിങ്ങൾ എല്ലാം ചെയ്ത് നിങ്ങളുടെ 4 വടങ്ങളിൽ 1 വർക്കാവും എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റി നിങ്ങൾ വേറൊരു സ്ട്രാറ്റജിയിലേക്ക്. ഞാൻ കഴിഞ്ഞ കുറേ ഇൻ്റർവ്യൂവിൽ പഠിക്കും അജു വളരെ വാട്ട് യു ആർ, ബിക്കോസ് ഐ നോ യു ആർ ആൻ എഡ്യൂക്കേറ്റഡ് പേഴ്സൺ, യു ആർ സ്റ്റഡീഡ്. അങ്ങനെയുള്ള വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂസും കാര്യങ്ങളുമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതെന്താണ് എന്നുള്ളത് സിനിമയുടെ ഇന്റർവ്യൂസ് നോക്കുകയാണെങ്കിൽ വിജയേട്ടാ, ഇന്ന് ഇന്റർവ്യൂസ് ഒരു വലിയ ഉത്തരവാദിത്ത ഭാരമാണ്. അതൊരു ജോലിയായി. നമ്മൾ എന്ത് പറയുന്നു, ഓരോ വാക്കും നോക്കിലും കാര്യത്തിലും നമ്മൾ ചാൻസ് ഉണ്ട്. അതിനെ നമ്മളെ സോഷ്യൽ മീഡിയ എങ്ങനെ എന്ത് രീതിയിൽ യു ഹാവ് ടു ബി മോർ കെയർഫുൾ ഇൻ ഇറ്റ്. അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഭയങ്കര പേഴ്സണൽ എക്സ്പോഷർ താല്പര്യമുള്ള ആളല്ല. സോ എനിക്ക് ഇന്റർവ്യൂ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ സ്റ്റാർ അങ്ങനെ ഞാൻ അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഇന്റർവ്യൂ കൗണ്ടേഴ്സ് അങ്ങനെ ഒരു PR ഞാൻ ആഗ്രഹിക്കുന്നില്ല ബേസിക്കലി. അത് നമ്മുടെ ഒരു ഫൺ ഇന്റർവ്യൂ മാറി അജു ഭയങ്കര സീരിയസ് ആയി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് ചിലപ്പോൾ ഫൺ മിസ്റെഡ് ആയി മാറാം. അതുകൊണ്ടാണ് പഴയ ഫ്രീഡം ഇന്നില്ല. നമ്മൾ എന്തെങ്കിലും കയറി പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലുമൊക്കെ ഹേർട്ടായി കഴിഞ്ഞാൽ പക്ഷെ അത് അജുവിന്റെ സിനിമ ക്യാരക്ടറിനെ അഫക്ട് ചെയ്തിട്ട് അജുവിന് തോന്നുന്നുണ്ട്. അത് ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്ത വിജയേട്ടൻ്റെ സിനിമ, മിഥുന്റെ സിനിമ നമ്മൾ ക്യാരക്ടർ മാറ്റി പിടിച്ചത്. സ്ക്രീനില്ല, അത് എക്സ്പെരിമെന്റിലാണ്, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യണം. പക്ഷെ ഇതിൽ ഈ ഒരു നമ്മൾ ഇന്റർവ്യൂസിലാ സേഫ്റ്റി എടുക്കുന്നത് ഇതുകൊണ്ടാണ്. കാര്യം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടും. The social media is affecting unnecessarily, so you are being very careful. അതെ, അതിന്റെ അറ്റൻഷൻ വേണ്ടെന്നുള്ളതാണ്. Attention വേണ്ട, റോങ് അറ്റൻഷൻ വേണ്ട. But otherwise in the last 12 years, one question to you, what is your biggest achievement? What do you think is the biggest achievement? ഈ മലയാള സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സസ്റ്റൈനിങ് അല്ലല്ല പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള എന്നോട് ജഗദീഷ് ചേട്ടൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അല്ല, നടന്മാരോടൊപ്പം നിൽക്കാൻ പറ്റി. ജഗദീഷ് ചേട്ടൻ പണ്ട് എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഓരോ ആക്ടേഴ്സിനും ഒരു സീസൺ ഉണ്ട്. അതായത് ഒരു വട്ടം പെട്ടെന്ന് വരും, നിൽക്കും, പോവും. ഒരു 2 സീസൺ അല്ലെങ്കിൽ 3 സീസൺ നിൽക്കാൻ പറ്റുന്നവരാണ് റിയൽ ആക്ടേഴ്സ്. ബിക്കോസ് അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു, അവരെ വീണ്ടും കാണാനാകുന്നു. ചിലപ്പം താഴേക്ക് പോവാം, വീണ്ടും മേളിലേക്ക് വരാം, ഒന്ന് താഴേക്ക് പോവാം, വീണ്ടും മേളിലേക്ക് വരാം. പക്ഷേ ഒരു 3 സീസൺ നിൽക്കാൻ പറ്റിയാൽ ഇവരാണ് ദ ഗ്രേറ്റസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പോലെയാണ് ഈ പറയണത്. നമ്മൾ വെറൈറ്റി റോൾസ് എടുക്കുന്നു. എനിവേസ്, നിങ്ങളോടൊപ്പം 4 വാക്ക് സംസാരിക്കാൻ പറ്റിയതിലും ഇന്റർവ്യൂ ഇരിക്കാൻ പറ്റില്ല ഫസ്റ്റ് ടൈം വളരെ സന്തോഷം. എത്ര വർഷത്തെ മീഡിയ കരിയറിൽ? ഒരു 25 years മീഡിയ കരിയറിൽ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. അങ്ങനെ ഒരു മിനിറ്റ് നിർത്താം. ഈ മത്സരത്തിൽ വിജയിച്ച ഒരാളെ പ്രഖ്യാപിക്കണമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞു. പ്രൊഡ്യൂസർ ഒന്ന് കയറി വരും, ഒന്ന് കയറി. അതും കൂടെ ഒന്ന് പറഞ്ഞു. 5000 എല്ലാവരും ഒരേപോലെ ആ കൗണ്ടർ AMM എന്ന് പറഞ്ഞതിൽ കൂട്ടി വായിക്കാൻ അറിയാത്തവർക്കാണ് നിങ്ങളാണ് ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. ഈ മത്സരത്തിൽ വിജയിച്ചത്. അപ്പൊ 5000 രൂപ ഗൂഗിൾ പേ ഓക്കെ.